ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈസി പനീർ ബട്ടർ മസാലയാണ്. വെറും 10 മിനിറ്റിനുള്ളിൽ സാധനങ്ങളൊന്നും അറിയാണ്ട് തന്നെ നമുക്ക് ഈസി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ ഞാൻ 200 ഗ്രാം പനീർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചില്ലി പൗഡർ, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നന്നായിട്ട് മസാല കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്യാം. ഇനി പനീർ ടോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് മസാലയിൽ കോട്ട് ചെയ്ത് നമ്മുടെ പനീർ പീസസ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ടോസ്റ്റായി വരണം, ഒരു ബ്രൗൺ ഷെയ്ഡിലായിട്ട് വരണം. അത് ആയി കഴിയുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ടോസ്റ്റ് ചെയ്ത പനീർ കോരി മാറ്റിയതിന് ശേഷം ഞാൻ അതേ പാനിൽ തന്നെയാണ് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബട്ടർ പണ്ടത്തെ ബട്ടർ അതിൽ കിടപ്പുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ആ ടേസ്റ്റ് ഗ്രേവിയിലോട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതേ പാൻ തന്നെ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ബട്ടറൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഞാൻ ഈ അരപ്പ് ഇതിലോട്ട് ചേർക്കാണ്. ഇത് വേറെ ഒന്നല്ല, ഒരു സവാളയും ഒരു തക്കാളിയും നന്നായിട്ട് മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു എന്താ പറയുക, എണ്ണ തെളിഞ്ഞ് കാണുന്ന പരുവത്തിൽ നമ്മൾ നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇളക്കി കൊടുത്തതിൽ വെള്ളമൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോൾ നമ്മളൊരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മസാല ഇത്രയും ഡ്രൈ ആയിട്ട് വരും. അതിലത്തെ വെള്ളം എല്ലാം വറ്റി എണ്ണ തെളിയുന്ന പോലെ നല്ല ഡ്രൈ ആയിട്ട് വരുന്ന പരുവത്തിലാണ് നമ്മളിനി മസാലപ്പൊടീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതിലോട്ട്. ഇനി തീ കുറച്ച് വെക്കാൻ, എന്നിട്ട് മസാലപ്പൊടീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് സാധാ മുളക് പൊടി കുറച്ചിട്ടാൽ മതി, 1/2 സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. ഇനി അതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു ചെറിയ സ്പൂൺ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കളറിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 1.5 സ്പൂൺ വരെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ നന്നായി മൂത്ത് അതിൽ എല്ലാത്തിലും നന്നായിട്ട് പിടിക്കണ പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കുറച്ച് ഡ്രൈ ആയിരിക്കും, എന്നാൽ ആ മസാല മൂക്കണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേ ഗ്രേവി ഈ പരുവത്തിലായിട്ട് നല്ല ഡ്രൈ ആയിട്ട്, ഇനി നമ്മൾ ആ മിക്സിയിൽ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ തക്കാളിയും നമ്മുടെ സവാളയും കൂടി അരച്ച ആ മിക്സിയിലത്തെ അതിൽ നിന്ന് തന്നെയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഒരു 1/2 തൊട്ട് 3/4 കപ്പ് വെള്ളം വരെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നിങ്ങൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അത് പോരെന്നുണ്ടെങ്കിൽ, അത് ഡ്രൈ ആവാൻ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ ഗ്രേവി വെച്ചത് ഡ്രൈ ആയി, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി ശരിയാക്കണം. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ ഗ്രേവി വല്ലാണ്ട് ലൂസായിപ്പോൾ. നമ്മുടെ പനീർ ബട്ടർ മസാല എന്ന് പറഞ്ഞാൽ ഇത്തിരി തിക്കായിരിക്കും. അപ്പോൾ ആ തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ആ കൺസിസ്റ്റൻസി റെഡി ആക്കുക. പിന്നെ തിക്കായാലും കുഴപ്പമില്ല, കാരണം നമ്മളിത് കഴിഞ്ഞ് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിലോട്ട്. ഇനി നന്നായിട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ സ്റ്റേജിൽ ഇച്ചിരി ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ചെറിയ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണ പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പും മുളക് പൊടിയും തിരുമ്മി വെച്ച് റോസ്റ്റ് ചെയ്ത പനീർ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പനീർ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കണം.
അപ്പോൾ നമ്മുടെ പനീറിൽ മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞ് നമുക്കൊരു 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് പാൽ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയും പാൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അധികം പാൽ ഒഴിക്കരുത്. 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് തന്നെ ധാരാളമാണ്. ആ കൊഴുപ്പെല്ലാം കിട്ടാൻ അതാണ് നല്ലത്. അപ്പോൾ ബാക്കിയുള്ള ഗ്രേവി നിങ്ങൾ വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഗ്രേവി കുറവാന്ന് തോന്നി പാൽ വെച്ചതിന് ശേഷം അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കറിയൊക്കെ ഏകദേശം നല്ല റെഡിയായി, നല്ല ഒരു ഗ്രേവിയായി, നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതെല്ലാം മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണത്. ഇതാണ് കസൂരി മേത്തി, അതായത് ഉലുവ ഇല ഉണക്കി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തതാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ ഏത് കസൂരി മേത്തിയാണ് എടുത്ത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് മെയിൻ ടേസ്റ്റും മണവും ഒക്കെ ഈ കറിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ കസൂരി മേത്തി അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഇനി തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് ഇട്ടാലാണ് അതിൻ്റെ ഒത്തൻറ്റിക് റെസ്റ്റോറൻറ്റിൽ ഉള്ള പോലത്തെ തന്നെ നമുക്ക് ആ മണവും ടേസ്റ്റും എല്ലാം കിട്ടുന്നത്. ഇതൊരുവിധം എല്ലാ നോർത്ത് ഇന്ത്യൻ ഡിഷസിലും അവർ ആഡ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ച കസൂരി മേത്തി എന്ന് പറയുന്നത്. ഇത് ബേക്കേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് സംഭവം കസൂരി മേത്തി കേട്ടോ. അപ്പോൾ ഞാനതൊരു പിടി ഈ കറിയിലോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടേസ്റ്റിയും ഈസിയായ പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഈസി പനീർ ബട്ടർ മസാല എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം അവർ ഹാപ്പിനെസ്.